തിരുവനന്തപുരം ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിന് വേണ്ടി മുസ്ലിം ലീഗിൽ പോരാം. സീറ്റ് ലക്ഷ്യമിട്ട് ഭീമാപ്പള്ളി റഷീദും സജീനയും ചേരിതിരിഞ്ഞതോടെ വാർഡിലെ ലൈഫ് ഭവന സമുച്ചയ ശിലാസ്ഥാപന ചടങ്ങ് അസ്വാരസ്യങ്ങളുടെ വേദിയായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭീമാപ്പള്ളി വാർഡ് കൗൺസിലറാണ് ലീഗ് നേതാവ് ഭീമാപ്പള്ളി റഷീദ്. തൊട്ടടുത്ത ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിലെ കൗൺസിലർ ലീഗിലെ സജീന. ഇത്തവണ ഭീമാപ്പള്ളി വാർഡ് വനിതാ സംവരണം ആയതോടെ റഷീദ് ഈസ്റ്റിലേക്ക് മാറാൻ തീരുമാനിച്ചു. ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. വാർഡ് വിട്ടുകൊടുക്കില്ലെന്ന് സജീന ഉറപ്പിക്കുന്നു. ലൈഫിന്റെ ഭവന സമുച്ചയം നിർമ്മിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത കൗൺസിലർ അദ്ദേഹം ഹൈജാക്ക് ചെയ്ത് അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാർഡാണെന്ന് കരുതി നിൽക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയുടെ ഭവന സമുച്ചയ ശിലാസ്ഥാപന ചടങ്ങിന് കോർപ്പറേഷൻ അച്ചടിച്ച പോസ്റ്ററും വിവാദമായി. ഒന്നിൽ സ്വാഗത പ്രാസംഗിക സജീന, മറ്റൊന്നിൽ ഭീമാപ്പള്ളി റഷീദ്. ചടങ്ങിന് മേയർ എത്തും മുമ്പേ ഇരുവരും അവരവരുടെ ചിത്രമുള്ള ഫ്ലക്സുകൾ സ്ഥാപിച്ചു. പ്രശ്നം രൂക്ഷമാകാതിരിക്കാൻ മേയർ ഇടപെട്ട് ഒരാളെ അധ്യക്ഷ സ്ഥാനത്തും മറ്റൊരാളെ സ്വാഗത പ്രസംഗത്തിനും ചുമതലപ്പെടുത്തി. പിന്നെ ഇരുവരുടെയും വികാരഭരിതമായ പ്രസംഗം. ഞാൻ ഇതുകൊണ്ടൊന്നും പേടിക്കുന്നവളല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഭീഷണിയിലൊന്നും പേടിക്കുന്നവളല്ല സജീന ടീച്ചർ. ഞാൻ പഠിപ്പിച്ച 1000 മക്കളുണ്ട്. 1000 കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് ഞാൻ. ഭീമാപ്പള്ളിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തലചായ്ക്കുവാൻ ഒരു ഒറ്റ റൂമെങ്കിലും ഇവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗിഫ്റ്റാണ്. അതിന് സഹായം ചെയ്തു തന്ന എല്ലാവരോടും കൈകൂപ്പി ഞാൻ നന്ദി പറയുകയാണ്. ശിലാസ്ഥാപന ചടങ്ങിലെ പ്രശ്നം ഒരുവിധം പരിഹരിച്ചെങ്കിലും ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിൽ ഇരുവരും മത്സരത്തിനിറങ്ങിയാൽ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാകുമെന്ന ഉറപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം.